ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒണ്ടർ കണ്ടെന്ന് പറഞ്ഞിട്ടുള്ള പടം ഇപ്പോൾ OTT റിലീസായിട്ടുണ്ട് ജിയോ സ്റ്റുഡിയോയിലൂടെ. പിന്നെ ജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള നാനിയുടെ നല്ലൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മുന്നേ. ക്രിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള പടമാണ്. ആ പടം വീണ്ടും റിലീസ് ചെയ്യാൻ പോവാണ്. പടം ഇറങ്ങിയിട്ട് 5 വർഷമായതിൻ്റെ ഒരു സെലിബ്രേഷൻ എന്നുള്ള രീതിയിലാണ് ഇറക്കാൻ പോകുന്നത്. സ്പെഷ്യൽ ഷോസ് മാത്രമേ ഉള്ളൂ. ഏപ്രിൽ 20 പിന്നെ രത്നം എന്ന് പറഞ്ഞിട്ടുള്ള വിശാലിൻ്റെ പടം ഇറങ്ങാൻ പോകുന്നുണ്ട് ഏപ്രിൽ 26. അപ്പോൾ അതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ട്രെയിലറിൽ കൂടുതൽ ആക്ഷൻസാണ് കാണിച്ചിട്ടുള്ളത് പടത്തിലത്തെ. പിന്നെ കേരളത്തിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പടങ്ങളും അതേമാതിരി ഏത് ദിവസമാണെന്നുള്ളതും ഒരു കണക്ക് എന്നുള്ള രീതിയിൽ പുറത്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ പറയാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4ാം സ്ഥാനത്ത് എടുക്കുന്നതാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഏപ്രിൽ 14 2022 4ാം സ്ഥാനത്തുള്ള ഇത് എടുക്കുന്നത്. KGF 2 അതേമാതിരി ബീസ്റ്റും കൂടിയിട്ട് നേടിയ അന്ന് 8.5 കോടിയിലും കൂടുതലാണ് കേരളത്തിൽ നിന്ന് മാത്രം ആ ഒരു ദിവസം കൊണ്ട്. പിന്നെ ഏപ്രിൽ 11 2024 പിന്നത്തെ കളക്ഷൻ വരുന്ന 3ാം സ്ഥാനത്തായിട്ടുള്ളത്. അത് വർഷങ്ങൾക്ക് ശേഷം ജയ് ഗണേഷ്, ആടുജീവിതം, ആവേശം എന്ന് പറഞ്ഞ പടങ്ങളൊക്കെ കൂടിയിട്ടാണ് നേടിയെടുത്തിട്ടുള്ളത്. 9 കോടിക്ക് മുകളിലാണ് ആ ദിവസം നേടിയിട്ടുള്ളത് ഏപ്രിൽ 11 2024. അതാണ് 3ാം സ്ഥാനത്ത്. പിന്നെ 2ാം സ്ഥാനത്ത് എടുക്കണം ഇതേ 4 പടങ്ങൾ തന്നെയാണ്. അത് ഏപ്രിൽ 14 2024 അത് 9.5 കോടിക്ക് മുകളിലാണ്. എന്നുവെച്ചാൽ ഞായറാഴ്ച ആയിരുന്നു, അതുകൊണ്ടാണ് ആ കളക്ഷൻ വന്നിട്ടുള്ളത്. പിന്നെ ഏറ്റവും ടോപ്പിൽ എടുക്കുന്നതാണ് ഒക്ടോബർ 19 2023 ലിയോ എന്ന് പറഞ്ഞിട്ട് തലപതി വിജയുടെ പടം പുറത്തിറങ്ങിയത്. അത് 12 കോടിയാണ് സിംഗിൾ ഡേ കേരളത്തിൽ നിന്ന് നേടിയിട്ടുള്ളത്. അത് ഒറ്റ പടമായിട്ടാണ് അങ്ങനെ നേടിയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ കുറേ ഫിലിംസ് എന്ന് വെച്ചാൽ 2 ഫിലിംസൊക്കെ ആയിട്ടാണ് ബാക്കിയുള്ള സ്ഥാനങ്ങളൊക്കെ എടുക്കുന്നത്. ഇതിൻ്റെ റെക്കോർഡ് ഇതുവരെ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇനി ഏതാ ബ്രേക്ക് ചെയ്യാന്നുള്ളത് കണ്ടറിയണം. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടം 4 ദിവസം കൊണ്ട് 38 കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡ് ആയിട്ട് നേടിയിട്ടുള്ളത്. ഈ ആവേശം എന്ന് പറഞ്ഞ പടം 42.5 കോടിക്ക് മുകളിലാണ് ഈ 4 ദിവസം കൊണ്ട് നേടിയിട്ടുള്ളത്. ബോക്സ് ഓഫീസ് കളക്ഷൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ആവേശമാണ് വിഷു വിന്നർ എന്ന് പറയാം. പക്ഷേ മറ്റതും വിന്നർ തന്നെയാണ്. കാരണം രണ്ടിനും ഏകദേശം ഒരേപോലെ തന്നെയാണ് കളക്ഷൻ കിട്ടി പോകുന്നത്. പക്ഷെ കൂടുതൽ ആവേശത്തിനാന്ന് മാത്രം. എന്തായാലും ഇന്നത്തെ ഈ തിങ്കളാഴ്ച കൂടിയും കഴിയുമ്പോൾ 50 കോടി ക്ലബ്ബിൽ ആവേശം കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേമാതിരി വർഷങ്ങൾക്ക് ശേഷം ചൊവ്വാഴ്ചക്കുള്ളിലും ഉണ്ടായിരിക്കും 50 കോടി. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള തലപതി വിജയുടെ അടുത്ത് ഇറങ്ങാൻ പോകണം. 68ാമത്തെ പടമാണ്. അതിലത്തെ വിസിൽ പോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓണസ്റ്റ്ലി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്നുള്ള എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഈ വിസിൽ പോഡ് എന്ന് പറഞ്ഞാൽ പാട്ടിലത്തെ വിഷ്വൽസൊക്കെ കാണാൻ രസമുണ്ടെങ്കിലും പാട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ പാട്ടിന് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വ്യൂസ് 24 മണിക്കൂറിനുള്ളിൽ കിട്ടുന്ന പാട്ടായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ പാട്ട് വിസിൽ പോഡ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. മിക്സ്ഡ് റെസ്പോൺസാണ് പാട്ടിന് കിട്ടിയിട്ടുള്ളത്. എന്തായാലും 24 മണിക്കൂറിനുള്ളിൽ 24.8 മില്യൺ പ്ലസ് വ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ മുന്നേ അറബിക്കുത്തായിരുന്നു 23 മില്യൺ പ്ലസ് ആയിട്ട്. അപ്പോൾ അതിനെ കടത്തി വിട്ടിട്ടുണ്ട്. പിന്നെ 1 മില്യൺ പ്ലസ് ലൈക്സ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പാട്ടിൻ്റെ ഇടയിൽ ഈ വിസിൽ പോഡ് എന്നുള്ള എഴുതി കാണിക്കണ പല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ വെങ്കട് പ്രഭുവിൻ്റെ അത്യാവശ്യം വിജയിച്ച പടങ്ങളുടെ ടൈറ്റിലിൻ്റെ ലുക്കിലാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. ഒന്നാമത്തെ അജിത് കുമാറിൻ്റെ മൻകാത്ത എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടൈറ്റിൽ ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാർത്തിയുടെ ബിരിയാണി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടൈറ്റിൽ ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ സൂര്യയുടെ മാസം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടൈറ്റിൽ ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4ാമത്തെ സിംബുവിൻ്റെ മാനാട് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ടൈറ്റിലിൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നാലും വന്നൊരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ കങ്കുവയുടെ അപ്ഡേറ്റ് ആയിരുന്നു. അത് വേറെ ഒന്നല്ല, പടം 2024 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പുതിയ പോസ്റ്റർ വന്നതാണ്. ഒരു ഗംഭീര പോസ്റ്ററായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് പാസ്റ്റും അതേമാതിരി ഫ്യൂച്ചറോ പ്രസൻറ്റോ രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. 2 സൈഡിലും അതിൻ്റെ കണക്ഷൻസും ഉണ്ട്. ഇപ്പോൾ ഒരു സൈഡിൽ പഴയ കാലത്തുള്ള സൂര്യയുടെ കഥാപാത്രം കങ്കുവ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം, പിന്നെ പുതിയതിൽ സ്റ്റൈലിഷായിട്ടുള്ള രീതിയിലുള്ളൊരാളും. ഈ പുതിയ ആളുടെ കയ്യിൽ തോക്കും പഴയ ആളുടെ കയ്യിൽ വാളാണ് കാണിച്ചിട്ടുള്ളത്. അതേമാതിരി പഴയ കാലത്ത് ഈഗിളിനെ കാണിച്ചു കൊടുത്ത് പുതിയ കാലത്ത് എയർപ്ലെയിനാണ് കാണിക്കുന്നത്. അതേമാതിരി പഴയ കാലത്ത് മരങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് പുതിയ കാലത്ത് ബിൽഡിങ്ങുകളാണ് കാണിക്കുന്നത്. പിന്നെ രണ്ടിന് കളർ ടൂണിലും വ്യത്യാസമുണ്ട്. പഴയ കാലം ഒരു വാമ്പർ ടൂണിലും എന്നുവെച്ചാൽ ഒരു മഞ്ഞ ടൂണിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പുതിയ കാലം കൂൾ ടൂണിലാണ് കൊടുത്തിട്ടുള്ളത്, ഒരു നീല കളറിൽ. പിന്നെ ഈ സൈഡിൽ ഇലകൾ ഇങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ വീഴണമായിട്ട് കാണിക്കുന്നുണ്ട്. ബിൽഡിങ്ങും കത്തിയിട്ടുണ്ട് ഇപ്പുറത്ത്. അവിടെ പക്ഷേ പൈസയാണ് ഇങ്ങനെ നിലത്തേക്ക് വീഴണമായിട്ട് കാണിക്കുന്നത്. പിന്നെ ഈ പഴയ കാലത്തായിട്ട് ഒരു മുതലിൻ്റെ വാലുമായിട്ട് കാണിക്കുന്നുണ്ട്. അതിനിവിടെ റെഫറൻസ് ആയിട്ടൊന്നും കൊടുത്ത് കാണാനില്ല. എനിക്ക് തോന്നുന്നത് ഈ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന സ്ഥലവും അതേമാതിരി ബുള്ളറ്റൊക്കെ അതിനെ സൂചിപ്പിക്കുന്നതായിരിക്കും തോന്നുന്നുണ്ട്. എന്തായാലും ഒരു ഗംഭീര പോസ്റ്ററായിട്ടാണ് തോന്നിയത്. റിലീസ് ഡേറ്റ് പോയി കറക്റ്റായിട്ട് അറിയിച്ചിട്ടില്ല. 2024 പടം പുറത്തിറങ്ങുമെന്ന് അറിയിച്ചിട്ടുള്ളൂ. എന്തായാലും ഈ ഫ്യൂച്ചറിലോ അല്ലെങ്കിൽ പ്രസൻറ്റിലോ നടക്കുന്ന ആളുടെ ലുക്ക് വേറെ ലെവലായിട്ടുണ്ട്. ഗംഭീരമാക്കുന്നതിന് പ്രതീക്ഷിക്കാം. പിന്നെ വാർ 2 എന്ന് പറഞ്ഞാൽ ഋതിക് റോഷൻ്റെ ഫസ്റ്റ് വാർ പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2ാം ഭാഗമായിട്ട് വരാൻ പോണ പടമാണ്. ആ പടത്തിൽ NTR
ജൂനിയർ NTR ഉണ്ടാവും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ലുക്ക് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഒരു ഫോട്ടോ. ഇങ്ങനെയായിരിക്കും ആളുടെ ലുക്ക് എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ മമ്മൂട്ടി ടെർബോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു മേജർ അപ്ഡേറ്റ് ഇന്നലെ ഡ്രോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 മണിക്ക്. അത് വന്നിട്ടുണ്ട്. വേറെ നല്ല റിലീസ് ഡേറ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീസറൊന്നും ആവാൻ ചാൻസ് ഇല്ല, മിക്കവാറും റിലീസ് ഡേറ്റ് അറിയിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ പോസ്റ്റർ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെ അഭിപ്രായമുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം. എന്തായാലും ഇതൊരു പള്ളി പെരുന്നാളിന് അടിയുണ്ട് എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. ആ ഭാഗത്തുള്ള ഒരു സീനായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ബാക്കിൽ പള്ളി കാണിക്കുന്നുണ്ട്, യന്ത്രകുഞ്ഞാൽ കാണിക്കുന്നുണ്ട്, ആള് ജീപ്പിൻ്റെ മുകളിൽ കയറിയിട്ടും കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പോസ്റ്റർ ഇഷ്ടപ്പെടാത്തതെന്ന് അറിയില്ല. മുന്നേ കുറേ പടങ്ങളിൽ ഇതേമാതിരി ജീപ്പിൻ്റെ മുകളിൽ കയറി നിന്നിട്ടുള്ള പോസ്റ്റർ ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ടെർബോയുടെ ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സ് വന്നിരുന്നു ഇതിൻ്റെ മുകളിൽ കയറിക്കുന്ന രീതിയിൽ. അത് അത്ര ഫിനിഷിങ് ഇല്ലെങ്കിലും അതും കണ്ടോണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടാവുന്നത്. പക്ഷേ ഇവരിന്ന് ഒരു പോസ്റ്റർ കൂടി ഇറക്കിയിട്ടുണ്ട്. ജൂൺ 13 പടം പുറത്തിറങ്ങുന്നുള്ള രീതിയിൽ. അതൊരു ഗംഭീര പോസ്റ്ററായിട്ടാണ് എനിക്ക് തോന്നിയത്. അതാണ് മറ്റേനായിട്ട് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഒരു റെഡ് സ്റ്റൂണിൽ ബ്ലാക്ക് ഷർട്ട് ഇട്ടുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് റിലീസ് ഡേറ്റ് അറിയിച്ച പോസ്റ്ററിൽ വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ ബ്ലാക്ക് തന്നെ ആയിട്ടുണ്ട്. എന്തായാലും മെയ് 9 പടം പുറത്തിറങ്ങുന്നൊക്കെ കേട്ടായിരുന്നു. അത് മാറ്റിയേക്കുന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജൂൺ 13 കൺഫേം ചെയ്തിരിക്കുകയാണ്. ജൂൺ 13 കുറേ പ്രശ്നങ്ങളുണ്ട്. മഴയുടെ സമയമാണ്, സ്കൂൾ തുറക്കും, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പടം നന്നായി കഴിഞ്ഞാൽ എന്തായാലും വിജയിക്കും. പക്ഷേ കളക്ഷൻ ആണ്ട് നല്ല രീതിക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ എന്തായാലും നല്ല പടം തന്നെ ആയി മാറട്ടെ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഇനി കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.